ഹലോ ഗായ്സ്, അപ്പോൾ ഞാനാണ് കിങ്ങിണി പെണ്ണ്. ഇതെൻ്റെ യൂട്യൂബ് ചാനലാണ് കേട്ടോ. നിങ്ങളിത് കാണാൻ പോകുന്നത് എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ്. ഇതെൻ്റെ ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫ് പുതിയ വീട്ടിലെ. ഇത് ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടായിട്ടാ. ഇന്നലെ എൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് അവരെന്നെ എടുത്തുകൊണ്ട് വന്നതാണ്. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് പാലൊക്കെ തന്നെ കിടത്തി ഉറക്കി. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഉറക്കണീച്ച്. അപ്പോൾ പുതിയ വീട് എനിക്കാണെങ്കിൽ ഇവിടെ ഒന്നും അറിയാനും വയ്യ. ഞാൻ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്ന് ഇവിടെ ആരും എണീച്ചൊന്നും ഇല്ല. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മയെന്ന് തോന്നണം കേട്ടാ. കാലിലൊരു മണിയൊക്കെ ഉണ്ട്, അതാണ് എൻ്റെ അടയാളം. ഉറക്കമൊന്നും തെളിഞ്ഞില്ല. എനിക്കാണെങ്കിൽ വിശക്കുകയും ചെയ്യണം. ഇവർ പല്ലിൻ്റെ കാര്യം എന്തൊക്കെയോ പറയണം. പല്ല് കഴിക്കാനൊന്നും എനിക്ക് വയ്യ. ഞാൻ അവിടെ കുറച്ച് നേരം കൂടെ കിടന്ന് ഉറങ്ങി. എന്തായാലും ഉറക്കം തെളിഞ്ഞില്ല. അത് കഴിഞ്ഞ് ഞാൻ എണീച്ച് പിന്നെ ഞാൻ ഇങ്ങനെ ഇവർ പറയണതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ പല്ലിൻ്റെ മൂർച്ചയെ പറ്റിയാണ് ഇവർ പറയണത്. സൂചി പല്ലെന്ന്. ഞാനാണെങ്കിൽ കാലി വെച്ച് നല്ല കടി വെച്ച് കൊടുക്കും കേട്ടോ. അപ്പം പിന്നെ എന്താണ് ഇങ്ങനെ ഓടിച്ചാടി നടക്കുകയാണ്. അപ്പം എനിക്ക് വിശക്കണമുണ്ട്. എനിക്ക് പല്ല് വയ്ക്കാനൊന്നും വയ്യ. ഞാൻ കോഴിയൊക്കെ കൂവണ സൗണ്ട് കേൾക്കാം. പിന്നെ ഞാൻ പോയി അമ്മയുടെ അടുത്ത് കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞ് എനിക്ക് വിശക്കണം എന്നൊക്കെ ആക്ഷനൊക്കെ കാണിച്ചപ്പം അമ്മ പറഞ്ഞു, എന്നാ വാ നമുക്ക് പാല് കുടിക്കാം. അങ്ങനെ എന്നെ വിളിച്ചുകൊണ്ട് പോയി പാലും പെഡിഗ്രിയൊക്കെ തന്നു. ഞാനാണെങ്കിൽ ഒടുക്കത്തെ വിശപ്പ് കാരണം ആക്രാന്തം മൂത്ത് മുണ കുടിച്ചിട്ടുണ്ട്. നാണക്കേടൊന്നും ഇല്ലല്ലേ? എന്നെ കണ്ടാൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലല്ലോ. ആക്രാന്തം മൂത്ത് വന്നാന്നൊന്നും പറയൂലല്ലോ. ഇല്ലല്ലോ. പിന്നെ എനിക്ക് പോകാൻ വഴി അറിഞ്ഞൂടാ. ആ കിലുക്കം കേട്ട് ഞാൻ പുറകെ നടക്കും. അങ്ങനെയാണ് ഞാൻ നടക്കാൻ പഠിച്ചത് കേട്ടോ. എന്നിട്ട് നല്ല ചെരുപ്പൊക്കെ കിടക്കണമെന്ന് കഴിക്കാനായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്നാൽ ഇവരെന്തൊരു വിചാരിക്കും, ആദ്യത്തെ ദിവസമല്ലേ. അങ്ങനെയൊക്കെ ഞാൻ പിന്നെയും നടക്കുന്നു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും അന്ന് അമ്മയുടെ കയ്യിലിട്ടഞ്ചാറ് കടി കൊടുക്കാമെന്ന് വെച്ചാൽ അമ്മയാണെന്നുണ്ടെങ്കിൽ ഷാക്കാൻ്റെ തന്നതാണ് കേട്ടോ. ഷാക്കാൻ്റെ കൊടുക്കാനൊന്നും ഞാൻ നിന്നില്ല. ഞാൻ 5-6 കടി അങ്ങ് വെച്ച് കൊടുത്തു. അമ്മ അയ്യോ പൊത്തോ വിളിച്ചുകൊണ്ട് കൈ വലിച്ചെടുത്തു. എന്തൊരു മൂർച്ച എന്നൊക്കെ പറയണം പല്ലിന്. അങ്ങനെ അമ്മയുടെ കുറേ നേരം ഞാൻ കളിച്ചു കേട്ടോ. അതിന് ശേഷം ഞാൻ അവിടെ കിടന്ന് കുറച്ച് നേരം ഉറങ്ങാമെന്ന് വെച്ചപ്പോൾ ഇവർക്ക് ആർക്കും കാല് താത്ത് വയ്ക്കാൻ പറ്റണില്ല. എൻ്റെ കടി കാരണം ഇവരെല്ലാം നെട്ടോട്ടം ഓടുകയാണ് ഗായ്സ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇവരെല്ലാവരും കൂടെ എന്നെ പിടിച്ച് അങ്ങ് സെറ്റിയിലിരുത്തി. എന്നിട്ട് വേണം അവർക്കൊക്കെ കാല് താത്ത് വയ്ക്കാൻ. ഇതൊക്കെ അവർ പറയണതെന്ന് എനിക്ക് മനസ്സിലായതാണ് കേട്ടോ. എന്നാൽ ഉറക്കവും വരണം. ഭക്ഷണം കഴിച്ച ഉടനെ ഉറങ്ങണത് ശരിയല്ലല്ലോ. പിന്നെ എനിക്ക് കഴിക്കാനൊന്നും കിട്ടാതെ ഞാൻ സ്വന്തമായിട്ട് കഴിച്ചു. പിന്നെ ഞാൻ ഇവിടെ കിടന്ന് മൂക്കും മുട്ടനെ കിടന്ന് ഉറങ്ങി കേട്ടോ. ഞാൻ എന്താ ഇപ്പോൾ എണീച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഇവരെല്ലാം പറയണത് ഞാൻ വീട് മൊത്തം മൂത്രം ഒഴിച്ച് വെച്ചെന്നാണ്. അപ്പം ഞാൻ ഇനി എവിടെ മൂത്രം ഒഴിച്ച് വെക്കും. അങ്ങനെ ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട് കേട്ടോ. ഉച്ചയായതൊന്നും അറിഞ്ഞില്ല. ഞാൻ ഫുൾ ഉറക്കമായിരുന്നു. അപ്പോൾ രാത്രി എനിക്ക് വീണ്ടും അവർ കുറച്ച് പെരികിരിയും പാലും കൂടെ തരയാണ് കേട്ടോ. ഞാനാണെങ്കിൽ ഇത് വെച്ചതൊന്നും കണ്ടില്ല. ഞാൻ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴാണ് കണ്ടത് കേട്ടോ. ഇപ്പോഴെൻ്റെ കൂടി കണ്ടാരെങ്കിലും വല്ലതും വിചാരിക്കുമോ? ആക്രാന്തമൊന്നും വിചാരിക്കില്ലല്ലോ. എന്നാലും ഞാൻ വിശപ്പുണ്ടേ ഞാൻ അങ്ങ് കുടിച്ച് പിരിങ്ങാന്ന് നോക്കിയില്ല. അപ്പോൾ ഇവർ പറയണായിട്ട് വേറെ റേഷൻ കട തന്നെ വാങ്ങിക്കേണ്ടി വരുമെന്ന്. അപ്പോഴത്തേണ്ട കട്ടിലൊക്കെ വിരിച്ച് കേട്ടാ. ഷീറ്റൊക്കെ വിരിച്ച് കിടക്കാൻ പോണ്. ഞാൻ അമ്മ വന്ന് കെടാന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല. എനിക്ക് ഫുള്ള് ഉറങ്ങിയില്ലേ പകൽ മൊത്തവും. അപ്പോൾ ഇന്ന് എന്താണ് കുറേ കളിക്കാനൊക്കെ ഉള്ള ഒരു സന്തോഷത്തിലാണ്. അപ്പോഴേ അമ്മ കടയടി എന്ന് പറഞ്ഞിട്ടൊന്നും ഞാൻ കേട്ടില്ല. ഞാൻ പെണ്ണാണ് കേട്ടാ. പിന്നെ എന്നെ കല്യാണം കഴിക്കാൻ ഇവിടെ ഒരു ചേട്ടൻ ഉണ്ടെന്നൊക്കെ ഇവർ പറയാണ്, കുഞ്ഞൻ എന്നൊക്കെ പറയാണ്. എന്തിനാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ ഇനി വരണ വീഡിയോയിൽ ഉടനെ പോസ്റ്റ് ചെയ്യും കേട്ടോ. എൻ്റെ കല്യാണം, എൻ്റെ പ്രസവം, എൻ്റെ പെണ്ണ് കാണൽ, അങ്ങനെ നമുക്ക് കണ്ടന്റ് ഉണ്ട്. അമ്മ ലൈറ്റ് അണച്ചു കേട്ടോ. അങ്ങനെ ഞാൻ മൂക്കുമുട്ട തിന്നിട്ട് മൂക്കുമുട്ട ഇറങ്ങി. അപ്പം നാളെ അടുത്ത വീഡിയോയിൽ ഇടാം. ടാറ്റാ ബൈ.